പാതിരാത്രി ഉണ്ടല്ലോ വീടിന്റെ അടുത്തൂടെ ഒന്ന് നടന്നപ്പോ കണ്ടൊരു കാഴ്ചയാണ് ഒരു ജനക്കൂട്ടം. എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ ഇവരോട് ചോദിച്ചാണ്. അപ്പൊ ഇവര് പറഞ്ഞ് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാന്ന് പറഞ്ഞ്. എന്താ ശരിക്കും ഇവിടെ സംഭവം എന്താണ്? ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് ഇങ്ങനെ രാത്രി ലൈറ്റൊക്കെ ഇട്ട് ക്രിസ്മസും അതുപോലെ ന്യൂ ഇയറും ഒക്കെ വരവേൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞങ്ങളും ഞങ്ങളുടെ ക്ലബ് അംഗങ്ങൾ 75 ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാ വർഷവും കഴിഞ്ഞ 7 വർഷമായിട്ട് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ലൈറ്റ് ഇടലും സ്റ്റാർ ഇടലൊക്കെ ആയിരുന്നു. ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ എല്ലാ വർഷവും മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ ഞങ്ങളുടെ ഫാമിലി ട്രിപ്പ് എല്ലാ വർഷത്തിലും 2 പ്രാവശ്യം ഞങ്ങൾ ഫാമിലി അംഗങ്ങളെല്ലാവരും കൂടി ട്രിപ്പ് പോവും. പിന്നെ ഞങ്ങളിതിന് വേണ്ടിയിട്ടൊരു ഞങ്ങളുടെ ഫണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടി ഒരു സ്വാശ്രയ പരസ്പര സഹായ നിധി, അതുപോലെ ഓണ ഫണ്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ ഫണ്ട് കണ്ടെത്തും. ആ ഫണ്ട് കണ്ടെത്തി ഞങ്ങൾ അതുകൊണ്ട് ട്രിപ്പൊക്കെ പോവും. ഇപ്പോൾ ഈ വർഷത്തെ 2025 ട്രിപ്പ് ഇന്നലെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇത് സ്റ്റാർ ഇടാൻ വേണ്ടി താമസിച്ചത്. അപ്പോൾ ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഞങ്ങൾ വട്ടവടയിൽ നിന്നും തിരിച്ചെത്തി. അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ശ്രീ നവീൻ ചന്ദ്രനാണ്. അദ്ദേഹം BPCL നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ വിശ്രമവേളകൾ ഉല്ലാസപ്രദമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്ലബിൻ്റെ പ്രസിഡൻ്റായി ഇരിക്കുന്നതാണ്. സെക്രട്ടറി ഞാനാണ്, KB നൗഷാദ്. ക്ലബ്ബ് ശരിക്ക് നമ്മളൊരു തുടക്കം എന്ന് പറഞ്ഞാൽ കൊറോണ ടൈമിൽ ഉണ്ടായിരുന്ന ചെറിയ ക്രൈസിസ് ഉണ്ടല്ലോ, നമുക്കറിയാലോ. ആ ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി തുടങ്ങിയൊരു ബാഡ്മിൻ്റൺ ക്ലബ്ബാണിത്. ഞങ്ങൾക്ക് അവിടെ ഒരു കോർട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ ദിവസവും രാവിലെയും വൈകുന്നേരവും ലേഡീസും ജെൻസും കളിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ചെറിയൊരു ക്ലബ്ബായിട്ട് തുടങ്ങി. ഞങ്ങളിത് രജിസ്റ്റേർഡ് ക്ലബ്ബാണ്. ഇന്നിപ്പോൾ 5 വർഷം കംപ്ലീറ്റ് ചെയ്ത് 7ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു രജിസ്റ്റേർഡ് ക്ലബ്ബാണ്. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ പ്രോഗ്രാംസ് നടത്താറുണ്ട്. നമ്മളുടെ ഓണം, വിഷു എന്ന് വേണ്ട എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് ഇങ്ങനെ നടക്കുന്നത്. ഞങ്ങൾക്കൊരു ഗുണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ മെമ്പേഴ്സിലെ എല്ലാവരെയും, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആളുകളെയും അമ്മമാരെയും എല്ലാവരുടെയും പേര് സഹിതം നമുക്കറിയാം. ഇത്തരത്തിലൊരു ഗ്രൂപ്പ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ അത്തരത്തിലൊരു അടുപ്പമൊന്നും ആർക്കും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ക്ലബും ഇതൊക്കെ ട്രിപ്പൊക്കെ നടത്തി അങ്ങനെ ഒരു ബൈൻഡിങ് എല്ലായിടത്തും ഉണ്ട്. ഹലോ, എൻ്റെ പേര് സുനിൽ C. ജോർജ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങൾ ഈ ക്ലബ്ബ് വളരെ ഒരു ഫാമിലിയായിട്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലിയായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകുന്നതാണ്. ഇവിടെ മ്യൂസിക് ഉണ്ട്, ഫൺ ഉണ്ട്. ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ രംഗത്തുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഇദ്ദേഹം സുനിൽ C. ജോർജ് ഒരു മ്യൂസീഷ്യനാണ്, ഇപ്പോൾ വിദേശത്താണ്. ക്രിസ്മസ് ആകുമ്പോൾ എങ്ങനെയെങ്കിലും ഓടി നാട്ടിലെത്തും, അങ്ങനത്തെ ഒരാളാണ്. ഞാൻ ആദ്യമായിട്ട് എഴുതിയ കുറച്ച് ഗാനങ്ങളുണ്ട്, അത് ട്യൂൺ ചെയ്ത് തന്നതും ഇദ്ദേഹമാണ്. നല്ല കുറച്ച് പാട്ടുകൾ നമുക്ക് അന്ന് തന്നൊരു മ്യൂസീഷ്യൻ കൂടിയാണ്. ആ ഒരു കാര്യം മറക്കാൻ പറ്റില്ല. അപ്പോൾ താങ്ക്സ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ്? ഇപ്പോൾ കംപ്ലീറ്റ് ടീച്ചിങ് ആണ്. മ്യൂസിക് ചെയ്യുന്നുണ്ട്, വൺസ് എ വൈൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അത്രയും നമ്മൾ പ്രോംപ്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ പോകുന്നില്ല. ഇപ്പോൾ കൂടുതലും കുട്ടികൾക്ക് നമ്മൾ എക്സാമിനേഷൻ പോലെ, യൂണിവേഴ്സിറ്റി ലെവൽ എക്സാമിനേഷൻ പോലെ നമ്മൾ ചെയ്യാവുന്നതിൽ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ. അപ്പോൾ അതിന് ഒരു ഭംഗം വരാതിരിക്കാൻ വേണ്ടി, തടസ്സം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രോഗ്രാംസും അതേപോലെ സ്റ്റുഡിയോ വർക്കുകളും നമ്മൾ മാറ്റി വെക്കാറുണ്ട്. ഓൾറെഡി നമുക്ക് ആർദ്ര മ്യൂസിക് ഫിലിം സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്റ്റുഡിയോ ഉണ്ട്. വർക്കുകളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഏത് രാജ്യത്താണ്? ശരി, വിദേശത്ത്. അബുദാബിയിലാണ്. പ്രോഗ്രാം ഉണ്ടെങ്കിൽ വരുമല്ലേ? അതെ. എനിക്ക് അവിടെ ബെസ്റ്റ് ടീച്ചേഴ്സിന്റെ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഗോൾഡൻ വിസ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ 10 years ഗോൾഡൻ വിസയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അതൊരു പ്രിവിലേജ് ആണ്. അത് നമുക്ക് റെയറായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ കൊണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റീസിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഓടി വന്ന് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള. എസ്പെഷ്യലി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓടിയെത്തുന്ന നമ്മുടെ ഫാമിലി, നമ്മുടെ ആ ഗാദറിങ് ആണ്. JBC എന്ന് പറയുമ്പോൾ, JBCയുടെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ ഒരു ആക്ടിവിറ്റീസിലോട്ട് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എത്ര നമുക്ക് എവിടെ നിന്ന് എന്ത് കിട്ടിയാലും
അതിന് പകരം വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓടിയെത്തും, എവിടെയാണെങ്കിലും ഓടിയെത്തും. അപ്പോൾ അത് ഒരു വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവരും കാണാൻ പറ്റിയാലും കുറേ കാര്യങ്ങൾ പറയാൻ പറ്റിയാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളേതായാലും നിങ്ങളുടെ പരിപാടി തുടങ്ങട്ടെ, തുടർന്നോട്ട് പോട്ടെ, അടിച്ചു വിളിക്ക്. ഓക്കെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇത് ഗിരിച്ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ്സുകാരനാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ.